അസമിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ്. അസമിൽ കുടിയേറിയ അനധികൃത കുടിയേറ്റക്കാരായി മാറിയ 85,000-ത്തോളം അനധികൃത കുടിയേറ്റക്കാരെ കാണാനില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് വലിയ ആശങ്കയുടെ ഒരു നിമിഷം തന്നെയാണ്, ആശങ്ക പടർത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നാണ് ആഭ്യന്തര വകുപ്പ് പറയുന്നത്. കുടിയേറ്റ നിയമനിർവഹണ സംവിധാനത്തെക്കുറിച്ചും രേഖകളില്ലാത്ത വ്യക്തികളെ കണ്ടെത്തി നാട് കടത്താനുള്ള സംസ്ഥാനത്തിന്റെ കഴിവിനെക്കുറിച്ചും വെളിപ്പെടുത്തൽ ഗുരുതരമായിട്ടുള്ള ആശങ്കകളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ 85,000 അനധികൃത കുടിയേറ്റക്കാർ എങ്ങോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വമ്പൻ റെയ്ഡ് ഉടനെ തന്നെ ഉണ്ടായിരിക്കാം എന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്ന അസം നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭാംഗം റക്കീബുദ്ദീൻ അഹമ്മദ് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി വെളിപ്പെടുത്തിയ വിവരങ്ങൾ ഔദ്യോഗിക രേഖകളിൽ നിന്ന് 85,024 വിദേശികൾ അപ്രത്യക്ഷരായിട്ടുണ്ട്. അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസ് അപ്രത്യക്ഷരായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇവർ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഇവർ കാണാതായി എന്ന് പറയുമ്പോൾ അത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വീഴ്ചയാണ്. പക്ഷേ ഇപ്പോൾ മുസ്ലിം MLA-മാർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം, ഇവരെ അസം സർക്കാർ തീർത്തു കളഞ്ഞോ എന്നുള്ള ഒരു ലൈനിലേക്കാണ് മുസ്ലിം MLA-മാരെല്ലാം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് 85,024 വിദേശികളെ, അനധികൃത കുടിയേറ്റക്കാരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് അസം സർക്കാരിനോട് ചോദിക്കുന്നത്. അതേസമയം വേറൊരു വിഭാഗം ഇവരെ കാണാതായെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇവരെ കൂട്ടക്കുരുതികൾ നടത്തിയോ എന്നൊക്കെയാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ ട്രൈബ്യൂണൽ സംവിധാനത്തിലൂടെ അനധികൃത കുടിയേറ്റക്കാരായി തിരിച്ചറിഞ്ഞ ഈ വ്യക്തികൾ അധികാരികളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ നാടുകടത്തലിലും നിരീക്ഷണ ശ്രമങ്ങളിലും ഗണ്യമായ വിടവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതാണ് എടുത്തു കാണിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഒളിച്ചോടിയ വിദേശികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഫലപ്രദമായ ഒരു ട്രാക്കിംഗ് സംവിധാനത്തിന്റെ അഭാവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിയമപാലകർക്ക് സംസ്ഥാനത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ കണ്ടെത്തുന്നതിനും നീക്കം ചെയ്യുന്നതിനും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് അസമിൽ നേരിടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാരെ കണ്ടെത്താനും അവരെ നിരീക്ഷിക്കാനും അധികാരികൾ പാടുപെടുന്നു എന്നാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വ്യക്തികളെ നിരീക്ഷിക്കുന്നതിൽ അധികാരികൾ വളരെ കാലമായി ബുദ്ധിമുട്ടുകയാണ്. അവരുടെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഒരു വ്യവസ്ഥാപിത സമീപനമില്ലാതെ പലരും അപ്രത്യക്ഷരാകുന്നു. ഇത് നാടുകടത്തൽ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും വിശാലമായ സുരക്ഷാ ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്നു എന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്. നിയമപാലകരിൽ പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റ പ്രശ്നങ്ങൾ ചരിത്രപരമായി കൈകാര്യം ചെയ്തിട്ടുള്ള അതിർത്തി ജില്ലകളിൽ ഉത്തരവാദിത്തത്തിന്റെ അഭാവം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഉദ്യോഗസ്ഥരടക്കം മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും കഴിഞ്ഞ മാസം ആദ്യം വിദേശികൾ എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആളുകളെ നാട് കടത്താത്തത് എന്താണ് എന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. അസം സർക്കാരിനെയും കേന്ദ്രത്തിനോടുമാണ് ഈ ചോദ്യം ഉന്നയിച്ചിരുന്നത്. ആളുകളെ അനിശ്ചിതമായി തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിക്കുന്നത് ശരിയല്ല. ഇവരെ തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിച്ച് ഇവർക്ക് ഭക്ഷണം കൊടുത്ത് ഇവരെ പരിപാലിക്കേണ്ട ആവശ്യമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. എന്തായാലും ഇതിന് മറുപടിയായി അനധികൃത കുടിയേറ്റക്കാരുടെ സ്വന്തം രാജ്യത്തെ വിലാസങ്ങൾ അറിയാത്തതിനാൽ നാട് കടത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ അഡ്രസ്സ് തപ്പിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അസം സർക്കാർ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ 85,000-ത്തോളം വരുന്ന കുടിയേറ്റക്കാരെ അസമിൽ നിന്ന് അവർ അപ്രതീക്ഷിതരായിരിക്കുന്നു, അവരെ കാണാതായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതോടുകൂടി ആശങ്കകൾ ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.